എംഎൽഎമാർക്ക് പിന്നാലെ എംപിമാരും മമതാ ബാനർജിയെ കൈവിടുന്നു. പ്രത്യേക ബ്ലോക്കായിരിക്കാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് വിമതർ ലോക്സഭാ സ്പീക്കർക്ക് കത്ത് നൽകി. 20 എംപിമാരുടെ പിന്തുണയുണ്ടെന്നും എൻഡിഎ പിന്തുണയ്ക്കുമെന്നും വിമത നീക്കത്തിന് നേതൃത്വം നൽകുന്ന കക്കോലി ഘോഷ് അവകാശപ്പെട്ടു. തൃണമൂൽ കോൺഗ്രസ് നിയമസഭാ കക്ഷിയിലുണ്ടായ ആഭ്യന്തര കലാപവും പിളർപ്പും ഇപ്പോൾ ലോക്സഭാ കക്ഷിയിലും ആവർത്തിക്കുകയാണ്. ലോക്സഭയിലെ 28 എംപിമാരാണ് തൃണമൂലിനുള്ളത്. ഇതിൽ 20 പേരും വിമതപക്ഷത്താണ്. 2/3 ഭൂരിപക്ഷത്തിന് 19 എംപിമാരുടെ പിന്തുണ മതി. അതിനാൽ കൂറുമാറ്റ നിരോധന നിയമം ബാധകമല്ല. സമീപകാലം വരെ മമതയുടെ വിശ്വസ്തനായിരുന്ന കക്കോലി ഘോഷ് ദസ്തിദാറാണ് വിമത നീക്കത്തിന് മുന്നിൽ. എൻഡിഎ പിന്തുണയ്ക്കുമെന്നും കക്കോലി ഘോഷ് വ്യക്തമാക്കി. രാജ്യസഭയിലും സ്ഥിതി വ്യത്യസ്തമല്ല. 2011 മുതൽ തൃണമൂലിന്റെ രാജ്യസഭാംഗമായ സുഖേന്ദു ശേഖർ റായിയാണ് പാർട്ടി അംഗത്വവും MP സ്ഥാനവും ഒഴിഞ്ഞത്. പാർട്ടിക്കെതിരെ കടുത്ത വിമർശനം ഉന്നയിച്ചാണ് രാജി. അഴിമതി, സ്ത്രീകൾക്കെതിരായ അതിക്രമം തടയൽ തുടങ്ങിയവയിൽ കടുത്ത പരാജയമായിരുന്നു തൃണമൂൽ ഭരണം. 15 വർഷത്തെ അരാജക ഭരണത്തിന് അറുതി വരുത്താനായിരുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പിലേറ്റ ജനവിധി. പശ്ചിമബംഗാളിന്റെ സമഗ്ര വികസനത്തിനായി പുതിയതായി അധികാരമേറ്റ BJP സർക്കാർ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു എന്ന പ്രശംസയും രാജിക്കത്തിലുണ്ട്. പിന്നാലെ കേന്ദ്രമന്ത്രി ഭൂപീന്ദർ യാദവുമായി സുഖേന്ദു ശേഖർ റായ് കൂടിക്കാഴ്ച നടത്തി. ഡൽഹിയിലെ വസതിയിൽ നടന്ന കൂടിക്കാഴ്ചയിൽ മുഖ്യമന്ത്രി സുവേന്ദു അധികാരിയും വിമത എംപിമാരിൽ ചിലരും പങ്കെടുത്തു. എംപിമാർ കൂടി മറുകണ്ഠം ചാടിയതോടെ പാർട്ടി പോലും നഷ്ടപ്പെടുന്ന നിലയിലാണ് മമതാ ബാനർജി. മമത ഡൽഹിയിലുള്ള സമയത്ത് തന്നെയാണ് രാജ്യതലസ്ഥാനം കേന്ദ്രീകരിച്ച് വിമത നീക്കം നടന്നത്. നാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.